ഹായ് ഡിയേഴ്സ്, നീറ്റ് 2021 ബന്ധപ്പെട്ട് ഒരു പബ്ലിക് നോട്ടീസാണ് NTA സൈറ്റിൽ വന്നിരിക്കുന്നത്. അതായത് ഫേസ് 2 ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുട്ടികളെ, ഇതാണ് പബ്ലിക് നോട്ടീസ്. അതായത് ഒരുപാട് കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫേസ് 2 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് കുട്ടികളെ. അതായത് 13 ഒക്ടോബർ 11:50 വരെ ഫിൽ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫേസ് 2 ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക എന്നുള്ളത് വിശദമായിട്ട് നമ്മുടെ ചാനലിലൂടെ അപ്ഡേഷൻ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അത് കാണാവുന്നതാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടായിട്ടുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അത് കാണാവുന്നതാണ്. അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഫോണിൽ തന്നെ നീറ്റ് ഫേസ് 2 രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ ഒരുപാട് കുട്ടികൾ കമന്റ്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റണം. ഫോണിനെ ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റിയതിന് ശേഷമേ നിങ്ങൾക്ക് ആ ഫൈനൽ സബ്മിഷൻ ബട്ടൺ കാണുള്ളൂ. ഫൈനൽ സബ്മിഷൻ ബട്ടൺസ് നൽകി കഴിഞ്ഞാൽ ഫേസ് 2 രജിസ്ട്രേഷൻ പൂർത്തിയായി. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുള്ള ജെൻഡർ, നാഷണാലിറ്റി, ഇമെയിൽ അഡ്രസ്, കാറ്റഗറി, സബ് കാറ്റഗറി, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്സിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ 12ന്റെ റിസൾട്ടും കൂടി അപ്ലോഡ് ചെയ്യേണ്ടത് നല്ലതാണ്. CBSE-കാർ 11ന്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം വിശദമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടാതെ മെയിൽ ID-യും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല കുട്ടികൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പലർക്കും OTP വരുന്നില്ല, ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം NTA പരിഹരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നീറ്റ് സംബന്ധിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി നമ്മൾ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.